കളിയുടെ ആവേശമാണ്, ഇവിടെ വഞ്ചിപ്പാട്ടിൻ്റെയും വള്ളംകളിയുടെ ആവേശമാണ്. ആ ആവേശത്തിലേക്ക് ഈ പമ്പയുടെ ഇരുകരകളും ആറന്മുള എന്ന് പറയുന്ന തിരുവാറന്മുള അപ്പൻ്റെ ആ പുണ്യഭൂമി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അണിയിച്ചൊരുക്കുന്ന ഗജവീരന്മാരെ പോലെയുള്ള പള്ളിയോടങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ പമ്പയുടെ കരകളിലേക്ക് എത്തും. ഞാനിപ്പോൾ നിൽക്കുന്ന സത്രക്കടവിൽ നിന്ന് അവർ ജലഘോഷയാത്രയായി പോകുന്ന ഒരു കാഴ്ചയുണ്ട്. ആ കാഴ്ച കാണാൻ വേണ്ടി ഒട്ടേറെ ആൾക്കാർ വിദേശത്ത് നിന്നും സ്വദേശത്ത് നിന്നുള്ള ഒട്ടേറെ ആൾക്കാർ ഇവിടേക്ക് എത്തും. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഓണം, തിരുവോണം അവർക്ക് ഓണമാണ്. അതുപോലെ തന്നെ ആറന്മുള വള്ളംകളി എന്ന് പറയുന്നതും ഓണത്തിന് സമാനമായ രീതിയിലാണ്. ആറന്മുള വള്ളസദ്യയെക്കുറിച്ച് അറിയാമല്ലോ. ആ വള്ളസദ്യയൊക്കെ കഴിച്ച് അതിനുശേഷം ഇവിടേക്ക് എത്തി വള്ളത്തിൽ കയറി തുഴഞ്ഞു പോകുന്ന ഭക്തിയോടുകൂടി എല്ലാ വള്ളങ്ങളിലും തിരുവാറന്മുള അപ്പൻ്റെ ചൈതന്യമുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടെ വിശ്വസിക്കപ്പെടുന്നത് അങ്ങനെയാണ്. ആ ഒരു വള്ളംകളി ഐതിഹ്യ പെരുമകളേറെയുള്ള ആ വള്ളംകളി നടക്കാൻ പോകുന്നു. അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി പമ്പയുടെ ഇരുകരകളും അല്പസമയത്തിനുള്ളിൽ വഞ്ചിപ്പാട്ടിൻ്റെ താളമായിരിക്കും. കുട്ടനാട്ടിലൊക്കെ നമ്മൾ കാണുന്ന, അല്ലെങ്കിൽ നെഹ്റു ട്രോഫിയിൽ നമ്മൾ കാണുന്ന ആർപ്പുവിളിയാണെങ്കിൽ ഇവിടെ ഗോവിന്ദനാമ സങ്കീർത്തനം പാടിക്കൊണ്ട് ഭക്തിസാന്ദ്രമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും അന്ന് പങ്കെടുക്കുന്ന ഒരു വള്ളംകളി എന്ന് കൂടി നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കി 9:30 ജില്ലാ കളക്ടർ പതാക ഉയർത്തുന്നു. അതോടുകൂടിയാണ് ഇവിടെ ചടങ്ങുകൾക്ക് തുടക്കമാവുക. 52 പള്ളിയോടങ്ങൾ, എ ബാച്ചിൽ 35-ഉം ബി ബാച്ചിൽ 17 പള്ളിയോടങ്ങളുമാണ് ഇത്തവണ ഇവിടേക്ക് എത്തുന്നത്. അതിൽ 50 പള്ളിയോടങ്ങൾ മത്സരിക്കുന്നുണ്ട്. ഈ പള്ളിയോടങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, പള്ളിയോടങ്ങൾ എന്ന് വെച്ചാൽ അണിയവും അമരവും ഒരുപോലെ വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്നു. അതിൻ്റെ ഇടഭാഗം മാത്രം, നടുക്ക് ഭാഗം മാത്രം വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുന്ന ഒരു രൂപകൽപ്പനയാണ്. അതും ഒരു ചുണ്ടൻ വള്ളം തന്നെയാണ്. ആ രൂപകൽപ്പനയാണ് പള്ളിയോടങ്ങൾക്കുള്ളത്. പെട്ടെന്ന് കാറ്റ് പിടിക്കാൻ സാധ്യതയുണ്ട്, മറിയാൻ സാധ്യതയുണ്ട്, അങ്ങനെയൊക്കെ മറിഞ്ഞ അപകടങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. എങ്കിൽ പോലും അതൊന്നും പരിഗണിക്കാതെ വ്രതശുദ്ധിയോടുകൂടി ഈ തുഴച്ചിൽക്കാരെല്ലാം എത്തി ഗോവിന്ദനാമ സങ്കീർത്തനം പാടി നദോന്നത വൃത്തത്തിൽ വഞ്ചിപ്പാട്ട് പാടി ആ തുഴഞ്ഞു വരുന്ന ഒരു കാഴ്ച, ഇത്ര നയന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച മറ്റെവിടെയും ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇത്തവണത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, സാധാരണ ചിങ്ങമാസത്തിലാണ് ഈ ഉത്രട്ടാതിയിലാണ് വള്ളംകളി നടക്കുന്നത്. എന്നാൽ ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി നേരത്തെ കഴിഞ്ഞു പോയിരുന്നു. ഇപ്പോൾ കന്നിമാസമാണ്. എങ്കിൽ പോലും നേരത്തെ ചിങ്ങമാസത്തിലെ ആദ്യ നാളുകളിലുണ്ടായ ഉത്രട്ടാതി ദിനത്തിൽ അവർ ആചാരപരമായ വള്ളംകളി, ചെറിയ രീതിയിലുള്ള വള്ളംകളി നടത്തിയിരുന്നു. അതിനുശേഷം ഐതിഹ്യ പെരുമയും ആഘോഷവും ഒക്കെ തന്നെ പേറുന്ന വള്ളംകളി, എല്ലാവിധ ക്രമീകരണങ്ങളോടും കൂടിയുള്ള വള്ളംകളി നടത്താൻ വേണ്ടിയുള്ള കാര്യമാണ് പോകുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടേക്ക് എല്ലാ പള്ളിയോടങ്ങളും എത്തും. വളരെ ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്.